പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് ഏപ്രിൽ 1 തീയതിയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. ഇന്നലെ ഈദ് ആയതുകൊണ്ട് കറണ്ട് അഫേഴ്സ് ഉണ്ടായിരുന്നില്ല. എന്നും കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കൂ, പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കൂ. നമുക്കുണ്ടാവുന്നൊരു മാറ്റമുണ്ട്. ഇന്ന് ഏപ്രിൽ 1, നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഇന്ത്യ ഹാസ് ലോഞ്ച്ഡ് ഓപ്പറേഷൻ ബ്രഹ്മ ഫോർ റെൻഡറിംഗ് അസിസ്റ്റൻസ്. സഹായം നൽകുന്നതിനായി ഇന്ത്യ ഓപ്പറേഷൻ ബ്രഹ്മ ആരംഭിച്ചു. എന്താണ് ഓപ്പറേഷൻ ബ്രഹ്മ? ഇതേത് രാജ്യത്തിന് വേണ്ടി ആരംഭിച്ചിട്ടുള്ള ഒന്നാണ് ഓപ്പറേഷൻ ബ്രഹ്മ? നമുക്ക് കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 മാർച്ച് 28 ഏതൊക്കെ 2 രാജ്യങ്ങളാണ് വിനാശകരമായ ഭൂകമ്പത്തിന് ഇരയായത്? മ്യാൻമാറും തായ്ലൻഡ്. ഇന്ത്യയുടെ അയൽ രാജ്യമായിട്ടുള്ള മ്യാൻമാർ ഒപ്പം തായ്ലൻഡ് എന്നീ 2 രാജ്യങ്ങളാണ് കഴിഞ്ഞ മാർച്ച് 28 ഉണ്ടായിട്ടുള്ള ഭൂകമ്പം. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് കണക്കനുസരിച്ച് 2000+ ആളുകളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. 7.7 റിച്ചർ സ്കെയിൽ, ആ ഒരു സ്കെയിലിൽ വന്നിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഭൂകമ്പമായിരുന്നു ഈ കഴിഞ്ഞ മാർച്ച് 28 നടന്നിട്ടുള്ള മ്യാൻമാറും തായ്ലൻഡ് എന്നീ 2 രാജ്യങ്ങളിൽ വന്നിട്ടുള്ള ഭൂകമ്പം. മ്യാൻമാറിനെയും തായ്ലൻഡിനെയും വിനാശകരമായ ഭൂകമ്പത്തിൽ സഹായിക്കാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരെന്താണ്? ഓപ്പറേഷൻ ബ്രഹ്മ. ഓപ്പറേഷൻ ബ്രഹ്മ എന്നത് തായ്ലൻഡ്, മ്യാൻമാർ എന്നീ 2 രാജ്യങ്ങൾക്ക് വേണ്ടി ആരംഭിച്ചിട്ടുള്ള ഒന്നാണ് ഓപ്പറേഷൻ ബ്രഹ്മ. എന്നാൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുള്ളത് ഇത് മ്യാൻമാറിലാണ്. അപ്രത്യക്ഷമായിട്ടുള്ള ഈ ഒരു ഭൂകമ്പത്തിൽ 2000+ ആളുകളാണ് മ്യാൻമാറിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഈ ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ ബ്രഹ്മ. 2025 മാർച്ച് 28 ഉണ്ടായ ഭൂകമ്പവുമായി ബന്ധപ്പെട്ട് കിഴക്കൻ നാവിക കമാൻഡിലെ ഇന്ത്യൻ നാവികസേനയുടെ ഏതൊക്കെ കപ്പലുകളാണ് മ്യാൻമാറിനെ സഹായിച്ചത്? സത്പുരയും സാവിത്രിയും. ഈസ്റ്റേൺ നേവൽ കമാൻഡ്, അതായത് ഇപ്പോൾ ഉണ്ടായ ആ ഒരു സമയത്ത് തന്നെ ഏറ്റവും ഫസ്റ്റ് എത്തിയിട്ടുള്ള ഡിഫൻസ് ഫോഴ്സിൻ്റെ കപ്പലുകൾ എന്ന് പറയുമ്പോൾ അത് സത്പുര, സാവിത്രി എന്ന 2 ഇന്ത്യൻ നേവിയുടെ കപ്പലുകളാണ്. ഈസ്റ്റേൺ നേവൽ കമാൻഡിൽ നിന്നാണ് ഈ 2 കപ്പലുകളും മ്യാൻമാറിൻ്റെ സഹായത്തിന് വേണ്ടി എത്തിയിട്ടുള്ളത്. ഓപ്പറേഷൻ ബ്രഹ്മ എന്ന് പറയപ്പെടുന്ന ആ ഒരു എക്സസൈസിന് വേണ്ടി എത്തിയിട്ടുള്ള 2 കപ്പലാണ് ഈസ്റ്റേൺ നേവൽ കമാൻഡിൻ്റെ. 2025 മാർച്ച് 28 ഉണ്ടായ ഭൂകമ്പവുമായി ബന്ധപ്പെട്ട് ആൻഡമാനിൽ നിന്നുള്ള ഇന്ത്യൻ നാവികസേനയുടെ ഏത് 2 കപ്പലുകളാണ് മ്യാൻമാറിനെ സഹായിച്ചത്? കർമുക് ആൻഡ് LCU-52. ഈസ്റ്റേൺ നേവൽ കമാൻഡിൽ നിന്ന് ഹെൽപ്പ് ചെയ്യാൻ പോയിട്ടുള്ള 2 കപ്പൽ ആണ് സത്പുര, സാവിത്രി. എന്നാൽ ആൻഡമാനിൽ നിന്ന് ഇന്ത്യൻ നേവിയുടെ 2 കപ്പലുകൾ പുറപ്പെട്ടു. അതായത് INS കർമുക്കും LCU-52 എന്നീ 2 കപ്പലുകളാണ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: IAF ടു പാർട്ടിസിപ്പേറ്റ് ഇൻ മൾട്ടിനാഷണൽ എയർ എക്സസൈസ് ഇനിയോച്ചസ് 25 ഇൻ ഗ്രീസ്. ഗ്രീസിൽ നടക്കുന്ന ബഹുരാഷ്ട്ര വ്യോമാഭ്യാസമായ ഇനിയോച്ചസ് 25-ൽ ഇന്ത്യൻ വ്യോമസേന പങ്കെടുക്കും. ഗ്രീസ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ഇന്ത്യ വളരെ കുറവാണ്. ആദ്യം കേൾക്കാത്ത ഒന്നാണ് ഇന്ത്യ ഗ്രീസിൻ്റെ ഒരു എക്സസൈസ്. എന്നാൽ ഗ്രീസിൽ നടക്കുന്ന ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി നടക്കുന്ന ഒരു എക്സസൈസ് ആണ് ഇനിയോച്ചസ് 25. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 മാർച്ച് 31 ഗ്രീസ് ആതിഥ്യം വഹിച്ച ബഹുരാഷ്ട്ര വ്യോമാഭ്യാസത്തിൻ്റെ പേരെന്താണ്? ഇനിയോച്ചസ് 25. ഇനിയോച്ചസ് 25 എന്ന ഒരു എക്സസൈസ് ആണ് ഗ്രീസിൽ ആരംഭിച്ചിട്ടുള്ള ഒരു എക്സസൈസ്. ഇത് മാർച്ച് 31 ആരംഭിച്ചിട്ടുള്ള ഒരു ബഹുരാഷ്ട്ര വ്യോമാഭ്യാസമാണ്. ഗ്രീസിൻ്റെ വ്യോമസേനയുടെ പേരെന്താണ്? ഹെലനിക് എയർഫോഴ്സ്. ഇന്ത്യൻ എയർഫോഴ്സ് എന്ന് പറയുന്ന പോലെ തന്നെ ഗ്രീസിൻ്റെ എയർഫോഴ്സ്, ഈ ഒരു എയർഫോഴ്സിൻ്റെ പേരാണ് ഹെലനിക് എയർഫോഴ്സ്. ഇപ്പോൾ ഗ്രീസിൻ്റെ എയർഫോഴ്സ് ഏതാണ്? ഹെലനിക് എയർഫോഴ്സ്. 2025 മാർച്ച് 31 മുതൽ ഇനിയോച്ചസ് 25 ബഹുരാഷ്ട്ര വ്യോമാഭ്യാസം എത്ര ദിവസത്തേക്ക് നടക്കും? 12 ദിവസം. ഇനിയോച്ചസ് എന്ന എക്സസൈസ് ഇത് ആരംഭിച്ചിട്ടുള്ളത് 31 മാർച്ചിനാണ്. 12 ഡേയ്സിൻ്റെ ഒരു എക്സസൈസ് ആണ് ഇനിയോച്ചസ് 25 എന്ന് പറയുന്ന ഈ ഒരു എക്സസൈസ്. ഇന്ത്യൻ എയർഫോഴ്സ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു എക്സസൈസ് ആണ് ഇനിയോച്ചസ് എന്ന എക്സസൈസ്. ഇത് മാർച്ച് 31 മുതൽ ഏപ്രിൽ 11 വരെ നടക്കുന്ന 15 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഒരു എക്സസൈസ് ആണ് എക്സസൈസ് ഇനിയോച്ചസ്. ഇത് ഗ്രീസിലെ ഹെലനിക് എയർഫോഴ്സിൻ്റെ ആൻഡ്രാവിഡ എയർബേസിൽ വെച്ച് നടക്കുന്ന ഒരു എക്സസൈസ് ആണത്. എല്ലാ 2 വർഷം കൂടുമ്പോൾ 15ഓളം രാജ്യങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു എക്സസൈസ് ആണ് എക്സസൈസ് ഇനിയോച്ചസ് 25 എന്ന് പറയുന്ന ഈ പ്രോജക്റ്റ് എക്സസൈസ്.
ഇനിയോച്ചസ് 25 ബഹുരാഷ്ട്ര വ്യോമാഭ്യാസത്തിൽ ഏത് 3 തരം വിമാനങ്ങളാണ് പങ്കെടുക്കുക? Su-30 MKI ഫൈറ്റേഴ്സ് along with IL-78 and C-17. ഇന്ത്യയുടെ 3 വിമാനങ്ങൾ, അതിൽ ഒന്ന് ഫൈറ്റർ വിമാനമാണ്. Su-30 MKI എന്ന ഫൈറ്റർ വിമാനവും IL-78 C-17 എന്ന ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ പങ്കെടുക്കുന്ന ഒരു എക്സസൈസ് ആണ് ഇനിയോച്ചസ് 25 എന്ന എക്സസൈസ്. ഇത് ഹോസ്റ്റ് ചെയ്യുന്നത് ആതിഥ്യം വഹിക്കുന്ന രാജ്യമാണ് ഗ്രീസ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് 80% ഓഫ് കേരള പോപ്പുലേഷൻ ടു ബി അർബൻ ബൈ 2050. 2050 ആകുമ്പോഴേക്കും കേരളത്തിലെ ജനസംഖ്യയുടെ 80% പേരും നഗരവാസികളാകും. കേരളത്തിൻ്റെ ഒരു മുന്നേറ്റമാണ്, അതായത് ഗ്രാമങ്ങൾ കുറഞ്ഞു വരുന്നു, നഗരങ്ങൾ എന്ന ആ ഒരു കൺസെപ്റ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കേരളം 2050 കേരളത്തിൽ 80% ജനങ്ങൾ അർബൻ പോപ്പുലേഷൻ ആയിരിക്കുമെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്. നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2050 ആകുമ്പോഴേക്കും കേരള ജനസംഖ്യയുടെ എത്ര ശതമാനം നഗരവാസികളായിരിക്കും? 80%. ഇപ്പം 80% പോപ്പുലേഷൻ അത് ഇനി കേരളത്തിൽ 2050 നഗരവാസികൾ ആകുമെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്. 2050 ആകുമ്പോഴേക്കും കേരള ജനസംഖ്യ 80% നഗരവാസികളാകുമെന്ന് റിപ്പോർട്ട് ചെയ്ത കമ്മീഷൻ ഏതാണ്? കേരള അർബൻ പോളിസി കമ്മീഷൻ, കേരള നഗരനയ കമ്മീഷൻ ആണ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് ആണ്. ഈ കഴിഞ്ഞ മാർച്ച് 30 റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്നാണ്. അതായത് കേരള അർബൻ പോളിസി കമ്മീഷൻ്റെ പ്രകാരം 80% നഗരവാസികൾ ആയിരിക്കുള്ളൂ 2050. 2025 മാർച്ച് 30 മുഖ്യമന്ത്രി പിണറായി വിജയന് റിപ്പോർട്ട് സമർപ്പിച്ച കേരള നഗര നയ കമ്മീഷന്റെ തലവൻ ആരാണ്? ഡോക്ടർ എം സതീഷ് കുമാർ. ഡോക്ടർ എം സതീഷ് കുമാർ ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. അതായത് കേരളം 2050 80% പോപ്പുലേഷൻ അത് നഗരവാസികൾ ആകുമെന്നുള്ള റിപ്പോർട്ട് ആണ് നൽകിയിട്ടുള്ളത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് IFS ഓഫീസർ നിധി തിവാരി അപ്പോയിന്റഡ് പ്രൈവറ്റ് സെക്രട്ടറി ടു പ്രൈം മിനിസ്റ്റർ മോദി. പ്രധാനമന്ത്രി മോദിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി IFS ഓഫീസർ നിധി തിവാരിയെ നിയമിച്ചു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്പോയിൻമെന്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്പോയിൻമെന്റ് ആണ്. അതായത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് IFS ഓഫീസർ നിധി തിവാരി. നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 മാർച്ച് 29 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതനായ IFS ഉദ്യോഗസ്ഥന്റെ പേര് നിധി തിവാരി. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മാർച്ച് 29 നടന്നിട്ടുള്ള ഒരു അപ്പോയിൻമെന്റ് ആണ്. അതായത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് IFS ഓഫീസർ നിധി തിവാരിയെ നിയമിച്ച കാര്യം. 2025 മാർച്ച് 29 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിധി തിവാരിയെ നിയമിച്ചത് ആരാണ്? നിയമന കമ്മിറ്റി, അപ്പോയിൻമെന്റ്സ് കമ്മിറ്റി. ഇന്ന് മിക്കവാറുമെല്ലാം ഏറ്റവും ടോപ്പ് ലെവലിൽ വരുന്ന എല്ലാ അപ്പോയിൻമെന്റ്സും നടത്തുന്ന ഒന്നാണ് അപ്പോയിൻമെന്റ് കമ്മിറ്റി, ക്യാബിനറ്റ്. ഇതനുസരിച്ചാണ് മാർച്ച് 29 നിധി തിവാരിയെ, IFS ഓഫീസർ ആയിട്ടുള്ള നിധി തിവാരിയെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിച്ചിട്ടുള്ളത്. മിക്കവാറും പത്രങ്ങൾ വന്നിട്ടുള്ള ഒരു വാർത്തയാണിത്. മന്ത്രിസഭയുടെ നിയമന സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ഹൂ ഇസ് ദി ചെയർമാൻ ഓഫ് അപ്പോയിൻമെന്റ് കമ്മിറ്റി? പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അപ്പോയിൻമെന്റ് കമ്മിറ്റി, ഈ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആണ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇതനുസരിച്ച് ഇപ്പോഴത്തെ അപ്പോയിൻമെന്റ് കമ്മിറ്റിയുടെ ചെയർമാൻ ആണ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് കേരള സ്റ്റേറ്റ് അവാർഡ് ഫോർ ബെസ്റ്റ് ഡോക്ടേഴ്സ് 2023. 2023 മികച്ച ഡോക്ടർമാർക്കുള്ള കേരള സംസ്ഥാന അവാർഡ്. ഇതും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2023 മികച്ച ഡോക്ടർമാർക്കുള്ള കേരള സംസ്ഥാന അവാർഡ് നേടിയത് ആരാണ്? ഡോക്ടർ ദഹർ മുഹമ്മദ്, നൂൽപ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രം, വയനാട്. വയനാട്ടിലുള്ള നൂൽപ്പുഴയിലുള്ള കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ ദഹർ മുഹമ്മദ് ആണ് മികച്ച ഡോക്ടർ, ദ ബെസ്റ്റ് ഡോക്ടർ എന്ന അവാർഡ് 2023 അത് വാങ്ങിയിട്ടുള്ളത്. ഈ അവാർഡ് പ്രഖ്യാപിച്ചത് കഴിഞ്ഞ 2 ദിവസമാണ് ഈ അവാർഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതനുസരിച്ചാണ് ഡോക്ടർ ദഹർ മുഹമ്മദ് അദ്ദേഹത്തിന് ദ ബെസ്റ്റ് ഡോക്ടേഴ്സ് എന്ന അവാർഡ് ലഭിച്ചിട്ടുള്ളത്. 2023 മികച്ച ഡോക്ടർമാർക്കുള്ള കേരള സംസ്ഥാന അവാർഡുകളിൽ സ്വകാര്യ മേഖലയിലെ മികച്ച ഡോക്ടർമാർക്കുള്ള അവാർഡ് നേടിയത് ആരാണ്? VP പൈലി, രാജഗിരി ഹോസ്പിറ്റൽ, ആലുവ. ആലുവയിലുള്ള രാജഗിരി ഹോസ്പിറ്റലിലെ
ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള VP പൈലി അദ്ദേഹത്തിനാണ് ദ ബെസ്റ്റ് ഡോക്ടർ പ്രൈവറ്റ് സെക്ടറിൽ ലഭിച്ചിട്ടുള്ളത്. അല്ലാതെ തന്നെ നിരവധി അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട അവാർഡ് ആയിട്ടുള്ള ദ ബെസ്റ്റ് ഡോക്ടേഴ്സ് എന്ന അവാർഡാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇന്നത്തെ ഈ കറണ്ട് അഫയേഴ്സിൽ ഡോക്ടർ ദഹർ മുഹമ്മദ് ഒപ്പം തന്നെ VP പൈലി എന്നിവർ ആണ് രണ്ടുപേർ ദ ബെസ്റ്റ് ഡോക്ടേഴ്സ് എന്ന അവാർഡിൽ നേടിയിട്ടുള്ളത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ദ 4th എഡിഷൻ ഓഫ് എക്സസൈസ് ടൈഗർ ട്രംപ്. വ്യോമ ടൈഗർ ട്രംപിന്റെ 4ാം പതിപ്പ്. ഒരു എക്സസൈസ് ആണ് ടൈഗർ ട്രംപ് എന്ന് പറയുന്ന എക്സസൈസ്. ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള എക്സസൈസ് ആണ്, ഏത് ഫോഴ്സ് ആണ് ഈ ഒരു എക്സസൈസിൽ പങ്കെടുക്കുന്നത്? നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഏപ്രിൽ 1 ആരംഭിച്ച ഇന്ത്യ US മാനുഷിക സഹായ ദുരന്ത നിവാരണ വ്യായാമത്തിന്റെ പേരെന്താണ്? ടൈഗർ ട്രംപ്. 3 സേന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു എക്സസൈസ് ആണ് ഇന്ത്യ US ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റന്റ് ആൻഡ് ഡിസാസ്റ്റർ റിലീഫ് എക്സസൈസ് എന്ന് പറയുന്ന ഈ എക്സസൈസ്. ഈ ഒരു എക്സസൈസിന്റെ പേരാണ് ടൈഗർ ട്രംപ്. ഇത് ഏപ്രിൽ 1 മുതൽ 13 ഏപ്രിൽ വരെ നടക്കുന്ന ഒരു എക്സസൈസ് ആണ്. 2025 ഏപ്രിൽ 1 മുതൽ ഏപ്രിൽ 13 വരെ ഇന്ത്യയിലെ ഏത് സ്ഥലത്താണ് ഇന്ത്യയും US തമ്മിലുള്ള ടൈഗർ ട്രംപ് എന്ന അഭ്യാസം നടക്കുക? വിശാഖപട്ടണം. ഇപ്പോൾ ഏപ്രിൽ 1 ഇന്ന് ആരംഭിച്ചിട്ടുള്ള എക്സസൈസ് ആണ് ടൈഗർ ട്രംപ്. ഇത് അവസാനിക്കുന്നത് ഏപ്രിൽ 13 തീയതിയാണ്. വിശാഖപട്ടണത്തിൽ നടക്കുന്ന ഒരു വലിയൊരു എക്സസൈസ് ആണ്. 3 സർവീസുകൾ പങ്കെടുക്കുന്ന ഒരു എക്സസൈസ് ആണ് ടൈഗർ ട്രംപ് എന്ന് പറയുന്ന എക്സസൈസ്. ഇത് ഇന്ത്യ US ഒരു ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റന്റ് മാനുഷിക സഹായ ദുരന്ത നിവാരണ വ്യായാമമായിട്ടുള്ള ടൈഗർ ട്രംപ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയും US തമ്മിലുള്ള സംയുക്ത ത്രിസേവന മാനുഷിക സഹായ ദുരന്ത നിവാരണ അഭ്യാസമായ ആദ്യത്തെ ടൈഗർ ട്രംപ് ഏത് വർഷമാണ് ആരംഭിച്ചത്? 2019. 2019 ദ ഫസ്റ്റ് ടൈഗർ ട്രംപ് എന്ന ഈ എക്സസൈസ് നടന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ 2025 ഏപ്രിൽ 1 മുതൽ 13 വരെ നടക്കുന്ന ഒരു എക്സസൈസ് ആണ് ഇന്ത്യ US ടൈഗർ ട്രംപ് എന്ന് പറയുന്ന ഈ എക്സസൈസ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ് ആണ് യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് തീം ഫോർ IDY 2025. ഒരു ഭൂമിക്കും ഒരു ആരോഗ്യത്തിനും യോഗ, ഇന്റർനാഷണൽ ഡേ ഓഫ് യോഗ ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം എന്തായിരിക്കും? യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത്. വരാൻ പോകുന്ന യോഗ, ഇന്റർനാഷണൽ ഡേ ഓഫ് യോഗ, അതിന്റെ തീം ആണ് യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത്. എല്ലാ വർഷവും അന്താരാഷ്ട്ര യോഗാ ദിനം ഏത് തീയതിയിലാണ് ആഘോഷിക്കുന്നത്? ജൂൺ 21. എല്ലാ വർഷവും ജൂൺ 21 തീയതിയാണ് ഇന്റർനാഷണൽ ഡേ ഓഫ് യോഗ ആചരിച്ചുകൊണ്ടിരിക്കുന്നത്. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചത് ഏത് വർഷത്തിലാണ്? 2014. 2014 ഡിസംബർ 11 തീയതിയാണ് ദ ഫസ്റ്റ് യുണൈറ്റഡ് നേഷൻ അത് അംഗീകരിച്ചിട്ടുള്ളത് ഇന്റർനാഷണൽ ഡേ ഓഫ് യോഗ. ഇത് ഇന്ത്യയുടെ പ്രപ്പോസൽ ആയിരുന്നു യോഗ ദിനമായിട്ട് പ്രഖ്യാപിക്കണമെന്നും അതനുസരിച്ചാണ് യോഗ എന്ന ഈ ഒരു ദിനം എല്ലാ വർഷവും ജൂൺ 21 ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊന്ന് 22 കറണ്ട് അഫയേഴ്സും അതുമായി ബന്ധപ്പെട്ട് GK ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എന്നും നമ്മൾ ഇതുപോലെ തന്നെ സമയം കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് നല്ല മാറ്റങ്ങളുണ്ടാകും. ജഡ്സ് കറണ്ട് അഫയേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.